ഈ ഓഫീസിലെ മാനേജറും അവിടുത്തെ ജോലിക്കാരൻ്റെ ഭാര്യയും തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നു. അയാൾക്ക് അത് സംശയമുള്ളതുകൊണ്ട് തന്നെ ഭാര്യ റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ അയാളും പിന്നാലെ അവിടേക്ക് വരും. എന്നാൽ അയാൾ അവിടെ എത്തി നോക്കുമ്പോൾ അവളെ കാണുകയുമില്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞ് പുറത്തേക്ക് പോകും. അയാൾ പോയി കഴിയുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ റൊമാൻസ് തുടങ്ങും. സംശയമുള്ളതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അവൾ വീണ്ടും അവിടെ കയറി ഒളിക്കും. അയാൾ ഓരോന്നൊക്കെ ചോദിച്ച് അവിടെ വന്ന് തിരയുന്നത് പോലെ നോക്കി വീണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് പോകും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൾ അയാൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം അവൾ ഫുഡൊക്കെ ഉണ്ടാക്കി അയാൾക്ക് കൊടുത്തു. അയാളത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. അവൾ ചോദിച്ചു, ഈ ഫുഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്നാൽ അയാൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ മനഃപൂർവ്വം അയാൾക്ക് പഴയ ഫുഡ് കൊടുക്കുകയായിരുന്നു, അയാളെ ഒഴിവാക്കാൻ വേണ്ടി. അവൾക്ക് ആ മാനേജറുടെ കൂടെ ജീവിക്കണമായിരുന്നു. മാനേജർക്ക് ഒരുപാട് ശമ്പളമുണ്ടായിരുന്നു. അങ്ങനെ അയാളോട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാൾ ഓഫീസിലെത്തിയപ്പോൾ ആ കമ്പനിയുടെ ഓണർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മാനേജർ ഓണറോട് പറഞ്ഞു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണെന്ന്. എന്നാൽ ആ ജോലിക്കാരൻ പറഞ്ഞു, അല്ല, അയാൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. ഇത് കേട്ട് മാനേജർ അയാളെ കളിയാക്കി. എന്നാൽ ഓണർക്ക് എല്ലാം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അയാൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അയാൾ ആ ഫുഡ് വലിച്ചെറിഞ്ഞു. അതിനുശേഷം തനിക്ക് ജോലി ആവശ്യമില്ല എന്ന് പറഞ്ഞ് തൻ്റെ രാജിക്കത്ത് ഓണർക്ക് മുന്നിൽ കൊടുത്തു. ഇത് കണ്ട മാനേജർക്ക് സന്തോഷമായി. ഇവിടെ ഒരു ജോലിയും ചെയ്യാത്ത നീ രാജിവെക്കുന്നതാണ് നല്ലതെന്ന് മാനേജർ പറഞ്ഞു. അയാൾ ഒഴിവായി കിട്ടിയെന്ന് കരുതി മാനേജർ സന്തോഷിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഓണർ പെട്ടെന്ന് തന്നെ കൈയടിച്ചു. അതിനുശേഷം ആ ജോലിക്കാരന് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഓണർ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നത് നീയാണ്. അതുകൊണ്ട് ഇനി മുതൽ നീയാണ് ഇവിടുത്തെ മാനേജർ. ഭർത്താവ് മാനേജർ ആയതറിഞ്ഞ് ആ പെണ്ണ് യാതൊരു നാണവുമില്ലാതെ അയാളുടെ അടുത്തെത്തി. എന്നിട്ട് അയാളെ അവളുടെ വലയിൽ വീഴ്ത്താൻ കുനിഞ്ഞിരുന്ന് കാര്യം ചെയ്തു കൊടുക്കാൻ നോക്കുമ്പോൾ അയാളുടെ മോതിരം തറയിൽ കിടക്കുന്നത് അവൾ കണ്ടു. അവൾ ആ മോതിരമെടുത്ത് അയാളുടെ വിരലിൽ ഇട്ട് കൊടുക്കാൻ നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി എനിക്ക് ഇത് ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ് അയാൾ ഡിവോഴ്സ് നോട്ടീസ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്